everyone, hope you all are doing great. Welcome back to my YouTube channel. എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു വർക്കിന് പോവാണ്, നിങ്ങളും കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വർക്ക് വരുന്നത് നമുക്ക് ആലപ്പുഴയിലാണ്. ഒരു എൻഗേജ്മെൻറ്റ് ബ്രൈഡാണുള്ളത്. അപ്പം ഞാൻ പോകാൻ വേണ്ടിയിട്ട് എൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാം പാക്ക് ചെയ്യുകയാണ്. ഞാൻ ഒരുപാട് കാലമായി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഷോർട്സ് ഇടാറുണ്ട്, പക്ഷേ യൂട്യൂബ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് കാലമായി. ഒന്നാമത് കുറേ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. പിന്നെ ഇപ്പോഴാണ് കുറച്ചുകൂടി ഒരു ബുദ്ധി ഉദിച്ചത്. കാരണം എന്താ വെച്ചാൽ വർക്കിന് പോകുന്നതിൻ്റെ വീഡിയോസ് കൂടെ പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. സോ മേക്കപ്പ് ആർട്ടിസ്ട്രി തിങ്സ്. നമ്മൾ പാതിരാക്കിയാണ് വർക്ക് ചെയ്യാറ്, പാതിരാക്കിയാണ് ട്രാവൽ ചെയ്യാറ്. അപ്പോൾ അതൊക്കെ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വിശന്നപ്പോൾ നമ്മളൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ കയറി. നല്ല അടിപൊളി ഫുഡ് കേട്ടോ. പോകുന്ന വഴിക്ക് ഗുരുവായൂർ എത്തുന്നതിന് മുന്നേ ആയിരുന്നോ ശേഷമായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഇറ്റ്സ് അമേസിങ്. അടിപൊളി ഫുഡ്, വെരി ഫ്രഷ്. അതും നൈറ്റ് 1:30 കഴിക്കുന്നതെന്ന് ആലോചിക്കണം കേട്ടോ. അങ്ങനെ ഞാനത് കഴിഞ്ഞിട്ട് കുറച്ച് ഉറങ്ങി എണീറ്റപ്പം നമ്മൾ സ്ഥലത്തെത്താറായി. ഒരു ഭയങ്കര ഉള്ളിൽ ലീലാസ് റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റിസോർട്ടിൽ വെച്ചിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത്. ഇവിടെ വെച്ചിട്ടാണ് ഇവരുടെ ഫങ്ഷനും നടക്കുന്നത്. സോ ഇവരിവിടെ ഓൾറെഡി ഉണ്ട്. അങ്ങനെ ഞാൻ ലഗേജൊക്കെ എടുത്ത് ഇങ്ങനെ തെരാപ്പാര നടന്ന് ഇവരുടെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെരി ബ്യൂട്ടിഫുൾ സ്പേസ് ടോ. നല്ല രസമുണ്ട് അവരുടെ കോട്ടേജസ്, സെപ്പറേറ്റ് കോട്ടേജസ് കാണാൻ. അങ്ങനെ നമുക്ക് മേക്കപ്പിൻ്റെ സെഷനിലോട്ട് പോകാം. ചെറുതായിട്ടൊന്ന് വഴി മാറിപ്പോയി, പക്ഷേ തിരിച്ച് റൂമിലോട്ട് കയറുവാണ്. അപ്പം ഇത് എൻ്റെ ബ്രൈഡ്. ദിസ് ഈസ് മൈ ബ്രൈഡ്. ആർച്ചയാണ്. വെരി ബ്യൂട്ടിഫുൾ, വെരി ചാമിങ്, സ്വീറ്റ് ബ്രൈഡാണ്. ആൾ ഇന്ന് ഇടുന്നത് ഒരു റെഡ് ലെഹങ്കയാണ്. സ്ലീവ്ലെസ് ഔട്ട്ഫിറ്റാണ്. ബാക്കും നന്നായിട്ട് ഓപ്പൺ ആയിട്ടുള്ളൊരു ഒരു ലെഹങ്കയാണ്. നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം ഒരു ബൺ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാമെന്നായിരുന്നു, പക്ഷേ ആൾ എപ്പോഴും ഓപ്പണായിട്ട് ഹെയർ വെക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഷീ വാസ് മോർ പ്രിഫറിങ്, അങ്ങനെ പറയാം, ഓപ്പൺ ഹെയർ സ്റ്റൈൽ. അപ്പം നമ്മൾ ബണ്ണ് പോലെയൊക്കെ സ്റ്റൈൽ ചെയ്യാനൊക്കെ നോക്കിയപ്പം നമുക്ക് ആളുടെ ഒരു ഏജൊക്കെ ഭയങ്കര കൂടുന്ന പോലത്തെ ഒരു ഫേസ് ആവുന്ന പോലെ തോന്നി. അതായത് ഭയങ്കര മെച്ചോറിറ്റി തോന്നുന്ന പോലത്തെ ഒരു ഫേസായിട്ട് തോന്നി, ഒരു ക്യൂട്ട്നെസ്സൊക്കെ കുറയുന്ന പോലെ. അപ്പം നമ്മൾ അത് ഓപ്പണായിട്ട് തന്നെ കീപ്പ് ചെയ്തു. ഇപ്പം ഐ മേക്കപ്പ് ചെയ്ത് ഫേസ് ചെയ്യാനുള്ള പ്രെപ്പിലാണ്. അങ്ങനെ ഫേസ് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. കുറേ കഥകളൊക്കെ പറഞ്ഞു, ആളുടെ ജോബിൻ്റെ കാര്യങ്ങളും ഫാമിലിയുടെ കാര്യങ്ങളും. അമ്മ വാസ് വെരി സ്വീറ്റ്. ആളുടെ സൈഡിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ആൾ ഉറക്കിൻ്റെ ഉസ്താദാണ് അമ്മ. അമ്മയ്ക്ക് ഭയങ്കര പൂച്ചക്കണ്ണാട്ടോ. അമ്മയെ അതിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേ അമ്മയ്ക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂച്ചക്കണ്ണാണ്. എന്നിട്ട് പറയായിരുന്നു നമ്മൾ സ്വന്തമായിട്ട് ലെൻസുള്ള ഒരാളാണ് അമ്മ എന്നുള്ളത്. കണ്ടോ സൈഡിൽ കിടന്നുറങ്ങുന്നത്. അമ്മ രാവിലെ തന്നെ എണീറ്റ്, ഞാൻ എത്തിയപാടെ എണീറ്റ് കോഫിയൊക്കെ ഉണ്ടാക്കി ബിസ്ക്കറ്റ് കഴിച്ചിട്ട് അമ്മ കിടന്നുറങ്ങി. അത് പറഞ്ഞുകൊണ്ട് നമ്മൾ അമ്മയെ കുറേ കളിയാക്കിയായിരുന്നു. സോ മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇതാണ് ഹെർ ഫൈനൽ ലുക്ക്. നമ്മൾ ഓപ്പൺ ഹെയർ തന്നെ കീപ്പ് ചെയ്തു, ബിക്കോസ് ഷി വാസ് മോർ ബ്യൂട്ടിഫുൾ ഇൻ ദാറ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പോവാണ്. എൻ്റെ മുഖം നോക്കരുത്, ഉറങ്ങാതെ ആയിക്കഴിഞ്ഞാൽ എൻ്റെ ഫേസ് ഇങ്ങനെയാണ്, ഒരുമാതിരി കോലം. നമ്മൾ കൊച്ചിയിലെത്തിയപ്പം ഒന്ന് ജസ്റ്റ് ഫോറം മോളിൽ കയറി വെറുതെ ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇൻ ബിറ്റ്വീൻ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങിയായിരുന്നു കേട്ടോ. അതൊന്നും കാണിക്കാൻ മറന്നുപോയി. ഞാൻ ഉറക്കപ്പിച്ചിലായതുകൊണ്ട് ഞാൻ മറന്നു പോകും പകുതി കാര്യങ്ങൾ. അപ്പം ഫോറം മോളിൽ നമ്മൾ പാർക്കിംഗ് സെഷനിലോട്ട് കയറി കഴിഞ്ഞ് ഞാൻ H&M വെറുതെ കയറിയതാണ്, ഡ്രസ്സ് നോക്കാൻ കയറിയത്. പക്ഷേ എനിക്ക് അവിടുത്തെ ജ്വല്ലറി കളക്ഷൻ ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ കുറച്ച് കമ്മലുകളൊക്കെ, ഞാൻ ഒരുപാട് വർഷമായിട്ട് കമ്മൽ യൂസ് ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ കമ്മൽ മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മുകളിലോട്ട് കയറി ഒരു കോഫി കുടിച്ചു. ഒരു മഫിൻ കഴിച്ച് പകുതിയാക്കി. എനിക്കതങ്ങോട്ട് വലിയൊരു ഇഷ്ടപ്പെട്ടില്ല, അപ്പം മഫിൻ കഴിച്ച് പകുതിയാക്കി. ആൻഡ് അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പം കോഴിക്കോടേക്ക് തിരിച്ച് പോകാൻ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളിതാ ഈ ഒരു പൊന്നാനി എത്തിയിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല, സ്ഥലം എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഇവിടെ ഫുൾ സൈഡിൽ DJ-യും കുറേ ഡാൻസും ദഫ്മുട്ടും ഒപ്പനയും അങ്ങനെ കുറേ കാര്യങ്ങൾ അമ്പലത്തിൻ്റെ സൈഡിലാണ് നടക്കുന്നത്. ഇത് ഒരു മതസൗഹാർദ്ദ പരിപാടിയാണ്. ഇതാണ് നമ്മുടെ കേരളം. നമ്മുടെ കേരളത്തിലെ
ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു കാര്യം മതസൗഹാർദ്ദമാണ്. ഇവിടെ വന്നിട്ട് ആരും മതം പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട, നടക്കത്തില്ല. അപ്പം ഇത് കേരളമാണ്, ഇവിടെ ജീവിക്കുന്നത് ബുദ്ധിയുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പം ആനകളൊക്കെ ഉണ്ട്. ആനപ്പുറത്ത് ഒരു പയ്യനുണ്ട് കേട്ടോ, ഒരു ഫ്രീക്ക് പയ്യൻ. ഹസ്ബൻഡാണ് കാണിച്ചു തന്നത്. നോക്കിയേ, ഒരു താടിയും ഹെയറൊക്കെ ഉള്ളൊരു നല്ലൊരു ഫ്രീക്ക് പയ്യനുണ്ട് ആനപ്പുറത്ത്. പിന്നെ അപ്പുറത്ത് DJ പാർട്ടി ഉണ്ടായിരുന്നു. പിന്നെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. ഇത് ഏകദേശം 1 കിലോമീറ്ററോളം ദൂരം, ഇത്രയും 1 കിലോമീറ്റർ അല്ല, അറൗണ്ട് 1 കിലോമീറ്ററിൻ്റെ അടുത്ത് ഇത്രയും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. കാരണം ഇതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. നാട്ടിലെത്തി, ഫുഡ് കഴിച്ചു, നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങി. നാളെ പിന്നെയും വർക്കുണ്ട്. അപ്പം അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, സോ ഇതുപോലെ വർക്കിന് പോകുന്ന സമയത്തുള്ള വീഡിയോസ് ഇനിയും പോസ്റ്റ് ചെയ്യാം. എൻ്റെ കൂടെ വരാം, നിങ്ങൾക്ക് വർക്ക് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് ഡിഫറെൻറ്റ് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ആളാണ്. ജസ്റ്റ് ചെക്ക് ഔട്ട്. അത്രയേ ഉള്ളൂ. അപ്പം ടേക്ക് കെയർ, ബൈ.